പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി 2 പൊട്ടറ്റോ ഇവിടെ തൊലി കളഞ്ഞ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണേ. അതുപോലെ തന്നെ ഒരു സവോള കുനുകുന അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു മുട്ട ആവശ്യമുണ്ട്, അതുപോലെ തന്നെ മല്ലിയില കുറച്ച്, അതുപോലെ തന്നെ കറിവേപ്പിലയും, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 2 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്ത കാരണം അത്രയേ ഇട്ട് കൊടുത്തുള്ളൂ. ഇനി അതിലേക്ക് 2 സ്പൂണ്, ഈ സ്പൂണിന് 2 ടീസ്പൂണ് മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മൈദപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പോരാത്തതിന് ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടത് തിരുമ്മി നല്ലൊരു മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ആ മാവ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇലയിൽ പരത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് പല രീതിയിലാക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സ്പൂണ് കൊണ്ട് കുറച്ച് പക്കവടേൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് രീതിയിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് കളറാകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടാവും. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കാരണം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. വേറെ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ തട്ടിയിട്ടിട്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസോ അല്ലെങ്കിൽ മയണൈസോ കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവർക്ക് ഇഷ്ടമാവും, ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ പാത്രം കാലിയാകുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നല്ല അപാര ടേസ്റ്റുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തന്നെയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.